ഹലോ, അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തേക്ക് കിടക്കാം. ഇത് വന്നിട്ട് എൻ സി ഇ ആർ ടി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, NCERT. അവരാണ് CBSE അങ്ങനെയുള്ളതിൻ്റെ ബുക്സ് പബ്ലിഷേഴ്സിൻ്റെ പേരായിട്ട് നിങ്ങൾ NCERTയുടെ പേര് കേട്ടിട്ടുണ്ടാവും. അതിലേക്കുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ് പ്രത്യേകം ശ്രദ്ധിക്കുക, ടീച്ചിങ് സ്റ്റാഫ് അല്ല, അത് 173 പോസ്റ്റിലേക്കാണ് അവർ വിളിച്ചിരിക്കുന്നത്. അതായത് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി കാറ്റഗറിയിലേക്ക്. ദിസ് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് ഓഫേഴ്സ് എൻ എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ കാൻഡിഡേറ്റ് ഫ്രം 10th പാസ് ടു പോസ്റ്റ് ഗ്രാജുവേറ്റ് ടു വർക്ക് വിത്ത് എ പ്രസ്റ്റീജിയസ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് ഇതൊരു ഓട്ടോണമസ് ഓർഗനൈസേഷനാണ് അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇത് 10th ക്ലാസ് പാസ്സായവർക്കും അപ് ടു PG ഉള്ളവർക്കും ഇതിൽ വേക്കൻസി വരുന്നുണ്ട്. ഓക്കെ, ഇത് ലാസ്റ്റ് ഡേറ്റ് ആൾറെഡി ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. 16th ജനുവരി, ജനുവരി 16 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോരോ ഡീറ്റെയിൽസിലേക്കായിട്ട് കിടക്കാം. ഇത് ഓർഗനൈസേഷൻ്റെ പേര് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, നേരത്തെ പറഞ്ഞ പോലെ NCERT, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് സ്ഥാപനമാണത്. ടോട്ടൽ വേക്കൻസി ഉള്ളത് 173 പോസ്റ്റ്. പോസ്റ്റ് ഗ്രൂപ്പ്സ് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, അതായത് ഇതെല്ലാം നോൺ ടീച്ചിങ് ആണ്, നോൺ ടീച്ചിങ് സ്റ്റാഫിനാണ്. അപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ. അപ്ലിക്കേഷൻ ഡേറ്റ് ആൾറെഡി സ്റ്റാർട്ട് ചെയ്തു 27th ഡിസംബറിന്. അപ് ടു 16th ജാനുവരി വരെ ഈ ഓൺലൈൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഏജ് ലിമിറ്റ് 18 ടു, അതായത് 18 മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പല പല പോസ്റ്റുകളും ഇതിലുണ്ട്. സാലറി 7th CPC, അതായത് സെൻട്രൽ പേ ക്യാപ്, 7th ശമ്പള കമ്മീഷൻ എന്ന് കേട്ടില്ലേ, അത് പ്രകാരമുള്ള ഹൈ സാലറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ആ ലെവൽ 2 മുതൽ ലെവൽ 12 വരെയുള്ള സാലറിയാണ് ഇതിനുണ്ടാവുക. അപ്ലിക്കേഷൻ സെലക്ഷൻ പ്രോസസ്സ് CBT, റിട്ടൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ, അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് കാറ്റഗറി വൈസ് വേക്കൻസി. അതായത് ഗ്രൂപ്പ് എയിൽ 138 പോസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ബിയിൽ 26 ഉണ്ട്, ഗ്രൂപ്പ് സിയിൽ 9 പോസ്റ്റ് ഉണ്ട്. അങ്ങനെ 173 പോസ്റ്റാണുള്ളത്. അതിൽ അൺറിസർവ്ഡിൽ എത്ര, SC എത്ര, ST എത്ര, OBC എത്ര, EWS അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എത്ര എന്നുള്ളതുണ്ട്. കീ പോസ്റ്റ്. അപ്പോൾ അതിൽ ഓരോരോ പോസ്റ്റിലും വരുന്ന പോസ്റ്റിൻ്റെ പേര്, അവർക്കുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ പേ സ്കെയിൽ, അതായത് 7th പേ കമ്മീഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ പേ സ്കെയിൽ. സൂപ്രണ്ടൻറ്റിങ് എഞ്ചിനീയർ, അതായത് അതിന് കുറച്ച് വലിയ പോസ്റ്റാണ്. MTech ഓർ BTech പ്ലസ് 10 to 12 years എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അത് 78,800 മുതൽ 2,09,000 വരെയുള്ള സാലറി അതിൽ കിട്ടും. ഓക്കെ, അത് അങ്ങനെയായി. പിന്നുള്ളത് പ്രൊഡക്ഷൻ ഓഫീസർ, ഡിഗ്രി പ്ലസ് ഡിപ്ലോമ ഇൻ പ്രിൻറ്റിംഗ് ടെക്നോളജി വിത്ത് 8 years എക്സ്പീരിയൻസ്, അതായത് ലെവൽ 11 വെച്ചിട്ടുള്ള സാലറി. ബിസിനസ് മാനേജർ, MBA ഡിഗ്രി പ്ലസ് PG ഡിപ്ലോമ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ലെവൽ 11 വെച്ചുള്ള സാലറി. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, BE BTech MTech പ്ലസ് 5 years എക്സ്പീരിയൻസ്, അത് ലെവൽ 10 സാലറി. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, മാസ്റ്റർ ഡിഗ്രി പ്ലസ് ട്രാൻസ്ലേഷൻ ഡിപ്ലോമ വിത്ത് എക്സ്പീരിയൻസ്, ലെവൽ 6. പിന്നുള്ളത് പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ്, MLib SC 50% മാർക്കിങ്ങിൽ മിനിമം വേണം, ലെവൽ 6 വെച്ചുള്ള സാലറി. ജൂനിയർ അക്കൗണ്ടൻറ്റ്, ഓക്കെ, ഇത് എല്ലാവർക്കും പറ്റും. ഗ്രാജുവേറ്റ് ഇൻ കോമേഴ്സ് ഓർ എക്കണോമിക്സ് ഉള്ളവർക്ക് ജൂനിയർ അക്കൗണ്ടൻറ്റ് എന്നുള്ള പോസ്റ്റ് ലെവൽ 5, നല്ല സാലറിയാണ്, അപ് ടു 50,000 സാലറി വരുന്നത്. പിന്നുള്ളത് സ്റ്റോർ കീപ്പർ, ഡിഗ്രി ഓർ ഡിപ്ലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഡിഗ്രി ഓർ ഡിപ്ലോമ എന്ന് നമുക്കിതൊന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഇത് സ്റ്റോർ കീപ്പർ ഗ്രേഡ് 1 ആണ്, ലെവൽ 5 വെച്ചിട്ടുള്ള സാലറി. പിന്നുള്ളത് ലോവർ ഡിവിഷൻ ക്ലർക്ക്, അതായത് LDC എന്ന് പറയുന്ന സംഭവം, 10+2 പ്ലസ് ടൈപ്പിംഗ് സ്കിൽ, ലെവൽ 2 സാലറി. പിന്നുള്ളത് ലാബ് അസിസ്റ്റൻറ്റ്, ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, ലെവൽ 4 സാലറി. കാർപ്പൻ്റർ ഓർ പെയിൻറ്റർ, 10th പ്ലസ് ITI പ്ലസ് എക്സ്പീരിയൻസ്. അപ്പോൾ 10th പാസ്സായിരിക്കണം, പിന്നെ ITI കാർപ്പൻ്ററിലോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിലോ ITI വേണം, പ്ലസ് എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ലെവൽ 2 സാലറി, അതന്നെ 30,000 പ്ലസ് വരും. ഓക്കെ, ഇനി ഏജ് ലിമിറ്റ് മിനിമം 18 years ആയിരിക്കണം, മാക്സിമം
50 years. Age relaxation applicable as per Government of India norms for SC, ST, OBC, PWBD, ex-servicemen കാൻഡിഡേറ്റിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചിട്ടുള്ള റിലാക്സേഷൻ കിട്ടും. 18 to 50 years എന്ന് പറയുമ്പോൾ തന്നെ അത് എല്ലാവരും കവറായി. പിന്നെ അപ്ലിക്കേഷൻ ഫീ, ഇതിൽ നല്ല അപ്ലിക്കേഷൻ ഫീ ഉണ്ട് അത്യാവശ്യം. ഇതിൻ്റെ കാറ്റഗറി ലെവൽ 10 to 12 1500, ലെവൽ 6 to 7 1200, ലെവൽ 2 to 5 1000. അപ്പോൾ അതെങ്ങനെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ലെവൽ ഇത് വെച്ചിട്ട് ലെവൽ 2, ലെവൽ 4 അത് വെച്ചിട്ട് അവിടെ അത് പ്രകാരമുള്ള ഇത്. പിന്നെ SC, ST, PWD, എക്സ് സർവീസ് മാൻ ആണെങ്കിൽ ഒന്നിനും ഒരു ഫീസും ഇല്ല, ഫ്രീ ആണ്. ജസ്റ്റ് അപ്ലൈ ഓൺലൈൻ. സെലക്ഷൻ പ്രോസസ്, ദ സെലക്ഷൻ വിൽ ബി മൾട്ടി സ്റ്റേജ് ആൻഡ് മേ വെരി ബൈ പോസ്റ്റ്. ഓക്കെ, ഇത് വന്നിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വന്നിട്ട് CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓർ റിട്ടൺ ടെസ്റ്റ്, അത് ഡിപ്പെൻസ് അവരുടെ പോസ്റ്റിനനുസരിച്ചിരിക്കും. പിന്നെ സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ്, ട്രേഡ് ടെസ്റ്റ്, അതായത് ഇതിൽ ചിലർ ടൈപ്പിംഗ് ഇല്ല, അപ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് ആയിരിക്കും സ്കില്ലായിട്ട്. മറ്റേ ട്രേഡ് ആണെങ്കിൽ ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ ഇൻ്റർവ്യൂ. ഇതിൽ ഫൈനൽ സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ പെർഫോമൻസ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് സ്റ്റേജസ്. ഓക്കെ, അത് ആസ് യൂഷ്വൽ എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ഹൗ ടു അപ്ലൈ, ഫോളോ ദി സ്റ്റെപ്സ് കെയർഫുള്ളി. എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. വിസിറ്റ് ഈ വെബ്സൈറ്റ് www.ncrt.nic. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സൈറ്റാണ്, മീൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന സൈറ്റാണ്. ഓപ്പൺ നോട്ടിഫിക്കേഷൻ, ഈ നോട്ടിഫിക്കേഷൻ അവിടെ കാണും. റിക്രൂട്ട്മെൻറ്റ്, അതായത് റിക്രൂട്ട്മെൻറ്റ് ടു വേരിയസ് നോൺ അക്കാഡമിക് പോസ്റ്റ് ഇൻ NCERT എന്നുള്ളത് അവിടെ കാണാം. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ രജിസ്റ്റർ ആൻഡ് ജനറേറ്റ് പ്രൊവിഷണൽ ID, അതായത് നിങ്ങളുടെ ഇമെയിലും ഇതും വെച്ചിട്ട്, ഇമെയിലും മൊബൈൽ നമ്പറും വെച്ചിട്ട് നിങ്ങൾ യൂസർ ID ഉണ്ടാക്കണം. ഫിൽ അപ്ലിക്കേഷൻ, പിന്നെ ലോഗിൻ ചെയ്യുക. ഫിൽ അപ്ലിക്കേഷൻ ഫോം വിത്ത് അക്യുറേറ്റ് ഡീറ്റെയിൽസ്, എല്ലാം കറക്റ്റായിട്ട് പേര് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റിലുള്ള പേര് പോലെ തന്നെ കൊടുക്കുക. അപ്ലോഡ് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്, അതായത് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് വയ്ക്കുക, സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് വയ്ക്കുക, പിന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് സ്കാൻ ചെയ്ത് വയ്ക്കുക, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് വയ്ക്കുക, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇഫ് അപ്ലിക്കബിൾ, പേ അപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ ഇഫ് അപ്ലിക്കബിൾ, അതായത് അതിൽ തന്നെ ഫീസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ തന്നെ കിട്ടും. സബ്മിറ്റ് ആൻഡ് ഡൗൺലോഡ് ഫൈനൽ കൺഫർമേഷൻ പേജ്, അതായത് ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക, അതാണ് നിങ്ങളുടെ പ്രൂഫ്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങളെ ഇമെയിൽ ID, മൊബൈൽ ഈ സൈറ്റിലും കയറി ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് ഒന്നുകൂടി ഓർമ്മിക്കുന്നുണ്ട്, ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ 16 ജാനുവരി രാത്രി 11:55 ആ വിൻഡോ ക്ലോസ് ആവും. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫീ പേയ്മെൻറ്റ് സെയിം. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് അഡ്വൈസ് ഫോർ ദ കാൻഡിഡേറ്റ്, ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. കീപ് ആൾ ഡോക്യുമെൻറ്റ്സ് റെഡി ഇൻ സ്കാൻഡ് ഫോർമാറ്റ്സ്, PDF or JPG. അപ്ലൈ ഓൺലി ഫോർ പോസ്റ്റ് യു ആർ ഫുള്ളി എലിജിബിൾ, അതായത് നിങ്ങൾ കറക്റ്റായിട്ടും ഫുള്ളായിട്ടും എലിജിബിളുള്ള ഇതിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാം. പോസ്റ്റ് സെലക്ഷൻ കനോട്ട് ബി ചേഞ്ച് ആഫ്റ്റർ, അതായത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ശ്രദ്ധിച്ച് അപ്ലൈ ഏർലി ടു അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് ടെക്നിക്കൽ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക എല്ലാവരും. അതായത് 10ാം ക്ലാസ്സിലുള്ളവർക്ക് മുതൽ PG ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 7th പേ കമ്മീഷൻ പ്രകാരമുള്ള സാലറിയാണ്, ഹൈ സാലറിയാണ്, ഇന്ത്യയിൽ കിട്ടുന്ന ഹൈ സാലറിയാണത്. ഓക്കെ, പിന്നെ അതർ ബെനിഫിറ്റ്സ് ആസ് എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എംപ്ലോയി, അത് ഡയറക്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എംപ്ലോയി അല്ലാതെ ഓട്ടോണമസ് സ്ഥാപനത്തിലേക്കാണ് അവർ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിലെ കാര്യം അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും അറിയുന്ന ആൾക്കാർക്കും മറ്റ് ഗ്രൂപ്പിലേക്കും അതും ഇതും ഫോർവേഡ് ചെയ്തതിന് പകരം ഇങ്ങനത്തത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഗുണപ്പെടും. ഓക്കെ, താങ്ക് യു.